ഇവൻ എന്നെ സംസാരിക്കാൻ വിടത്തില്ല. നിങ്ങൾ കോടിന്റെ പടത്തിൽ നിന്ന് എന്റെ പടം എടുത്തിട്ട് കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന 2 ദിവസം മുമ്പുള്ള ശ്രീനിവാസന്റെ പടത്തിൽ അവർക്ക് കള്ളപ്പണമാണോ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറഞ്ഞതും അത് ടാർഗറ്റ് ആയിരുന്നു 2 ദിവസം മുമ്പുള്ള കള്ളപ്പണ കേസിന്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. പറയാൻ ഉണ്ടാക്കിയതാണോ എന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എനിക്ക് ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളാണ് പരിചയമില്ലാത്തത്. അവർ അവിടുത്തെ എല്ലാ ഓൺലൈൻ മീഡിയ ടീമിനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ വീഡിയോ ഇപ്പം ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഇത് കട്ട് ചെയ്തിട്ട് കിട്ടും അല്ലെങ്കിൽ ഇത് ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരിടില്ല. ഞാനാണ് അവരോട് പറഞ്ഞത് പോകുമ്പോടാ എന്നോട് ചോദിക്കുന്നു ചേട്ടാ ഇത് ഇടട്ടെ എന്ന് പറയുമ്പോൾ ഞാനാണ് പറഞ്ഞത് എയർ ചെയ്തോ. കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ആൾക്കാർക്ക്. ഇത് കള്ളപ്പണം ഇതാവണം. ഇത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇതൊരു ചർച്ചയാവണം. കാരണം ഇതൊരു ചർച്ചയാവണം, അതിനെ മറുപടി പറയണം ആൾക്കാർ. അപ്പോൾ അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലിനെ ഞാൻ 1-2 തവണ കണ്ടിട്ടുള്ളൂ. അതിലെൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ്, ഭയങ്കര സൗഹൃദമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ അതിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനമില്ലാതെ, കാരണം കള്ളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം. ഇതിനൊരു അടിസ്ഥാനമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റൻ സ്റ്റീഫൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൻഡ്രോ ജോസഫിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വൈശാഖിൻ്റെ മെറിലാൻഡ് സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ അലിഗേഷൻ്റെ ഭാഗമായി ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത്. ശ്രീനിവാസന്റെ പടത്തിൽ അവർക്ക് കള്ളപ്പണമാണോ അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ സോഫിയ പോളിൻ്റെ പടം ചെയ്തു. ഇവരൊക്കെ മേജർ മാനേഴ്സാണ്. വീക്കെൻഡും മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ, ഇവരൊക്കെ കള്ളപ്പണമാണോ പടം ചെയ്യുന്നത്? ഒരിക്കലല്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ടേ, നമ്മൾ GST IT ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും. നമ്മളത് നടക്കും. കാരണം ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിൻ്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ്. ഇതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്, ഞാൻ ദേഷ്യം വന്നത് വെച്ചാൽ ഇവൻ എന്നെ സംസാരിക്കാൻ വിടത്തില്ല. അപ്പോൾ എന്ത് സംസാരിക്കാൻ വിടാതായപ്പോൾ, കാരണം നമ്മൾ എന്ത് ചോദ്യം ഒരു പ്രസ് മീറ്റിന് വരുമ്പോൾ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഞാൻ എന്തും ഇപ്പോൾ അവനെ പാനന്തി ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം, അതിനുള്ള മറുപടി കൊടുക്കണം. നമ്മളതിനെ അല്ലെങ്കിൽ എന്ത് പ്രസ് മീറ്റിന് എന്താണ് അർത്ഥം, അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഉത്തരം കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇവൻ എല്ലാ തവണ എന്നെ ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്തപ്പോൾ എനിക്ക് വെക്സായി. അപ്പോൾ നമ്മൾ വെക്സായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ, കള്ളപ്പണം ചെറിയ സിനിമ നമ്മൾ ചെയ്യുന്നത് എന്നോടുള്ള പേഴ്സണൽ വെച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് വരുന്നു, നമുക്ക് ഇവരിൽ കള്ളപ്പണമാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമ്മൾക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വൈറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു, നമ്മൾ GST അടക്കുന്നു, നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഇത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നോട്ടബിളാണ്. എല്ലാ മേജർ ബാനറിൻ്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോയേ പറ്റൂ. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്ത 2-2.5 കോടി ചെറിയ കുഞ്ഞു പടങ്ങളാണ്. എൻ്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടറി ആണെങ്കിൽ ഇത്തരം വെള്ളപ്പണം ആക്കണമെങ്കിൽ അത്ര ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ സിനിമകൾ എടുക്കുന്നവർ, വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന സിനിമകൾ, ഞാൻ പറഞ്ഞ 30 കോടിയുടെ 50 കോടിയുടെ 60 കോടിയുടെ 100 കോടിയുടെ സിനിമകൾ, ഇപ്പോൾ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ടെൻഡറിങ് ഉണ്ടെങ്കിൽ തന്നെ, കാരണം എനിക്ക് അപ്പോഴും അറിയില്ല, കാരണം അത്തരത്തിലെ വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ, അവൻ്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും, മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ രൊക്കം പൈസ വെച്ചിട്ടല്ല, അവർ ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ്, അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കള്ളപ്പണം ഈ ഫിനാൻസിന് എടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവരെന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റുക? അപ്പോൾ ഇത് അലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല. ഈ പറയുന്ന എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന, അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും കുത്തോളം എടുക്കാനല്ല, ഞാൻ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് വരുന്നതാണ്. അവരുടെ കാൽക്കുലേഷൻ പാളി പോകുന്നതും. ഇതാണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എൻ്റെ സിനിമകൾ എടുത്ത ഒരാളെയും എനിക്ക് പരിചയമില്ല. കാരണം ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ്, 1.5 കോടി 2.5 കോടിൻ്റെ പടം ചെയ്യുന്ന എൻ്റെ പടം എടുത്തിട്ട് വെള്ളപ്പണമാക്കുന്ന ആൾ ഏത് ഗതികെട്ടവനാണെന്നൊന്നും ആലോചിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കേസ്, അപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ IT അല്ലെങ്കിൽ GST ഒക്കെ മറ്റേ ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ്. ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കും. അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ട് ചെയ്തേ പറ്റൂ, അക്കൗണ്ടബിളാണ് ഇതൊക്കെ, ഈ പൈസയൊക്കെ. അപ്പം അലിഗേഷൻ വരുന്നത് എൻ്റെ സിനിമകളുടെ പ്രൊഡ്യൂസറിനെതിരെയാകുമ്പോൾ അന്ന് ഇതൊന്ന് സംസാരിക്കാനോ ഇതിനുള്ള സമയം അവനെനിക്ക് തരാത്തത് കൊണ്ട് എനിക്കത് പറയാനും പറ്റിയില്ല. അത്രേ ഉള്ളൂ. കാരണം ഇതിനകത്തൊരു എൻ്റെ സിനിമകൾ